സുപ്രീം കോടതിയുടെ ഉത്തരവിൽ ഞെട്ടി കേന്ദ്രം. സത്യം പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ അടിവേരിളക്കുന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയത്. 2017 തൊട്ട് മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ രാജ്യത്തിനകത്ത് ഉയരുകയാണ്. എന്നാൽ ഇന്ന് വരെ അത് ഹാജരാക്കാൻ ഈ പറയുന്ന കേന്ദ്രമോ ഡൽഹി സർവകലാശാലയോ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കോടതി നേരിട്ട് ഇടപെടുകയാണിപ്പോൾ. നിർബന്ധമായും കോടതിക്ക് മുന്നിൽ അത് ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് ഒരാളുടെ സ്വകാര്യ അവകാശമാണ്, അത് ഹാജരാക്കാൻ സാധിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞാണ് ഡൽഹി സർവകലാശാല നാളിതുവരെ അത് തടഞ്ഞു വെച്ചത്. എന്നാൽ പൊതുജനമല്ല ചോദിക്കുന്നത്, കോടതിയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായും മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയേ മതിയാവും. ഇതോടെ കേന്ദ്രം പരസ്പരം മുഖത്തോട് നോക്കുകയാണ്. അതേസമയം നരേന്ദ്രമോദി തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയാണെങ്കിലും നിലവിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ബിരുദ സർട്ടിഫിക്കറ്റ് പൊതുജനങ്ങൾക്ക് നൽകാനാവില്ല. രാഷ്ട്രീയ ലക്ഷ്യം മാത്രം പ്രതീക്ഷിക്കുന്നവരുടെ മുൻപിൽ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കാനാവില്ലെന്നും പ്രത്യേകിച്ച് അപരിചിതർക്ക് സർട്ടിഫിക്കറ്റ് പരിശോധിക്കാനാവില്ലെന്നുമാണ് സർവകലാശാലയ്ക്ക് വേണ്ടി ഹാജരായ സോളിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ മോദിക്ക് ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞ് മുൻകാലങ്ങളിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇവിടെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തിനുള്ളതല്ല മോദിയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് ഉണ്ടായത്. ഇവിടെ അറിയാനുള്ള അവകാശത്തേക്കാൾ വലുതാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശമെന്നാണ് ഡൽഹി സർവകലാശാല ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സ്വകാര്യതയിൽ സൂക്ഷിക്കേണ്ടുന്ന ഒന്നല്ല, പകരം ഒരു പൊതുരേഖയാണ്. അതുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നതിൽ എന്താണൊരു തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്നാണിപ്പോൾ വീണ്ടും അവരുടെ മറ്റൊരു വാദം. അവസാനം ഗതികെട്ട് തുഷാർ മേത്ത തന്നെ പറഞ്ഞു കോടതിക്ക് മുൻപിൽ ഹാജരാക്കും എന്ന്. 1978 ബിരുദ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക്, വിജയശതമാനം, പേര്, റോൾ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമാക്കണമെന്ന് കാണിച്ച് ആക്ടിവിസ്റ്റ് നീരജ് കുമാർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. വിവരാവകാശ നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൂന്നാം കക്ഷി വിവരങ്ങൾ അവയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വാദിച്ചുകൊണ്ട് ഡൽഹി സർവകലാശാല രേഖകൾ വെളിപ്പെടുത്താൻ വിസമ്മതിക്കുകയായിരുന്നു. തുടർന്ന് നീരജ് കുമാർ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. നീരജിന്റെ അപേക്ഷ പരിഗണിച്ച കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചു. വിദ്യാഭ്യാസ രേഖകൾ പൊതുവിവരമാണെന്നും സർവകലാശാലകൾ പൊതുസ്ഥാപനമാണെന്നും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലപാട് സ്വീകരിച്ചു. അവയുടെ രേഖകൾ പൊതുരേഖകളാണെന്നും അത് നീരജിന് ലഭ്യമാക്കണമെന്നും ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിനെതിരെ ഡൽഹി സർവകലാശാല കോടതിയെ സമീപിക്കുകയായിരുന്നു. 2017 ജനുവരി 24 നടന്ന ആദ്യ ഹിയറിംഗിൽ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. അതിനൊടുക്കമാണിപ്പോൾ കോടതിക്ക് മുൻപിൽ മോദിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊള്ളാം എന്ന് കേന്ദ്രം സമ്മതമറിയിച്ചത്.